അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി, ബി റേസ് ടു വൈ ഈക്വൽ ടു സി, സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആണെങ്കിൽ എക്സ് വൈ എത്ര? ഓപ്ഷൻ 2 1 അര എ ബി. ഇത് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് എ റേസ് ടു എക്സ് എവിടെ കണ്ടാലും നമുക്ക് അതിന് പകരം ബി കൊടുക്കാം, അല്ലെങ്കിൽ ബി എവിടെ കണ്ടാലും അതിന് പകരം നമുക്ക് എ റേസ് ടു എക്സ് കൊടുക്കാം. അതുപോലെ ബി റേസ് ടു വൈക്ക് പകരം സി കൊടുക്കാവുന്നതാണ്, അതേപോലെ സിക്ക് പകരം ബി റേസ് ടു വൈ കൊടുക്കാവുന്നതാണ്. അതേ കാര്യം തന്നെ ഇവിടെ, സി സ്ക്വയർ കണ്ടാൽ അതിന് പകരം എ കൊടുക്കാം, എ എവിടെയെങ്കിലും കണ്ടാൽ അതിന് വാല്യൂ ആയിട്ട് നമുക്ക് സി സ്ക്വയർ കൊടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എഴുതാം, എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഇക്വേഷനിൽ ബി റേസ് ടു വൈ ഈക്വൽ ടു സി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എ റേസ് ടു എക്സ് എവിടെ കണ്ടാലും അതിന് പകരം ബി കൊടുക്കാം. അതുപോലെ ബി കണ്ടാൽ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ റേസ് ടു എക്സ് കൊടുക്കാം. അതായത് ഈ താഴത്തെ ഇക്വേഷൻ ബി റേസ് ടു വൈയിലെ ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ റേസ് ടു എക്സ് കൊടുക്കാവുന്നതാണ്. അപ്പൊ ബിക്ക് പകരം നമ്മൾ എ റേസ് ടു എക്സ് എന്ന് എഴുതുന്നു. ഇനി ആ പവർ ആയിട്ടുള്ള വൈ അവിടെ ഒന്നുകൂടെ കൊടുക്കുന്നു. പവർ ആയിട്ടുള്ള വൈ ഇങ്ങനെ കൊടുക്കുന്നു, ഈക്വൽ ടു സി എന്ന് തന്നെ എഴുതുന്നു. ഇനി നമുക്ക് എ റേസ് ടു എക്സ് ഹോൾ റേസ് ടു വൈനെ നമുക്ക് എ റേസ് ടു എക്സ് വൈ എന്ന് എഴുതാവുന്നതാണ്, ഈക്വൽ ടു സി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിലേക്ക് എത്തി. ഇനി നമ്മൾ മൂന്നാമത്തെ കാര്യം ഉപയോഗിക്കുന്നു. ഇപ്പോൾ ആദ്യത്തേത് ഉപയോഗിച്ചു, രണ്ടാമത്തത് ഉപയോഗിച്ചു, ഇനി മൂന്നാമത്തതായിട്ടുള്ള സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എ എവിടെ കണ്ടാലും അതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാവുന്നതാണ്? സി സ്ക്വയർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ അവസാനം എത്തി നിൽക്കുന്നതിനകത്തൊരു എ ഉണ്ട്, അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? സി സ്ക്വയർ യൂസ് ചെയ്യാം. അപ്പൊ എക്ക് പകരം നമ്മൾ സി സ്ക്വയർ എഴുതുന്നു, ഹോൾ റേസ് ടു എക്സ് വൈ എന്ന് എഴുതുന്നു, ഈക്വൽ ടു സി. ഈ സി തന്നെ താഴേക്ക് ഇറക്കി എഴുതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ സി സ്ക്വയർ ഹോൾ റേസ് ടു എക്സ് വൈ ആണ്, അത് എന്തിന് തുല്യമാണ്? സി റേസ് ടു 2xy തുല്യമാണ്, ഈക്വൽ ടു സി. ഇനി സി എന്ന് പറഞ്ഞാൽ സി റേസ് ടു 1 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ഇക്വേഷൻ ഇതാണ്, സി റേസ് ടു 2xy ഈക്വൽ ടു സി റേസ് ടു 1. അതിന്റെ അർത്ഥം എന്താണ്? രണ്ടും സി ആണ്. ഇത് ഇടതുവശത്തുള്ളതും വലതുവശത്തുള്ളതും ഈക്വൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം ഈ പവറുകളും ഈക്വൽ ആയിരിക്കും, അല്ലാതെ രണ്ടും ഈക്വൽ ആവാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പവറുകളും ഈക്വൽ ആക്കി എഴുതാം. ഇടതുവശത്തുള്ള പവർ 2xy ആണ്, വലത്തുവശത്തെ പവർ 1 ആണ്. അപ്പൊ 2xy ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി നമ്മളോട് ചോദിച്ചത് xy ആയതുകൊണ്ട് ആ xy മാത്രം അവിടെ നിർത്തുന്നു, എന്നിട്ട് ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ 1 ഇങ്ങോട്ട് വരുന്ന 2 താഴേക്ക് ഇറങ്ങും, 1/2. xy ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. ഉത്തരം 1/2, ഓപ്ഷൻ സി.